കാരകാരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണീർ രണ്ട് നീ വീഴ്ത്തൂല്, കണ്ണീർ കൊണ്ട് നീ വീഴ്ത്തൂല് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പാടുന്നത് കണ്ണീർ രണ്ട് നീ വീഴ്ത്തൂല്. വിദ്യാജിക്ക് അത് ഹർട്ടായി. അപ്പൊ പുള്ളി പറഞ്ഞത് ആ ഒരു കാര്യം ചെയ്യും. അപ്പൂല പാട്ടില് ഇതേപോലെ കുപ്പിവള ചിരിച്ചുടഞ്ഞു ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ചോ കുളപ്പുര കോണിൽ വെച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. അവിടെ ടണ്ടറ കാരകാരപ്പഴം കസ്തൂരി മാമ്പഴം കണ്ണീർ രണ്ട് നീ വീഴ്ത്തൂല്, കണ്ണീർ കൊണ്ട് നീ വീഴ്ത്തൂല് എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പാടുന്നത് കണ്ണീർ രണ്ട് നീ വീഴ്ത്തൂല്, തുള്ളിക്കൊരു കുടം കന്നി മഴക്കാറെ എന്ന് പറഞ്ഞിട്ടാണ് ആ വരികൾ ബാക്കി പോകുന്നത്. അതായത് തുള്ളിക്കൊരു കുടം കന്നി മഴക്കാറെ എന്നൊക്കെ ഉള്ളതാണ്. അതൊക്കെ പലരും പലതും പാടാറുണ്ട്. പവിഴച്ചുണ്ടിലെ പന നൊങ്കിലെ പാൽ കറന്നോളാമെന്നത് പലരും തെറി വരെ പാടാറുണ്ട്. പന്ന എന്നൊക്കെ പറഞ്ഞിട്ട് പാടാറുണ്ട്. പക്ഷെ അതിന്റെ ശരിക്കും പുത്തഞ്ചേരി എഴുതിയ വരികൾ ഇങ്ങനെയായിരുന്നു. ഞാനും ഇതേപോലെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കണ്ടാച്ചിരിക്കാത്ത കാക്കക്കറമ്പി പ്രിയദർശന്റെ സിനിമയിലെ മുത്തശ്ശി കഥയിലെ ഒരു പാട്ടുണ്ട്. അതിൽ മുത്തെടുത്ത് ഉമ്മ വെച്ചു, അവസാനം മുക്കോ പെൺകൊടിയ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മുത്തമ്മ നേറ്റവൾ പൊട്ടിച്ചിരിച്ചാലോ എന്ന് പറയുന്ന സ്ഥലത്ത് ചിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ചാരത്തു വന്ന ഞാൻ കെട്ടിപ്പിടിച്ചാലോ ടണ്ടൻ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഔസേപ്പച്ചൻ സാറിന്റെ ആ പാട്ടിലും ഉണ്ട്. അതേപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വേറൊരു കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴിക്കുന്നിൽ വെച്ചോ എന്ന് പറയുന്ന അപ്പൂല പാട്ടില് ഇതേപോലെ കുപ്പിവള ചിരിച്ചുടഞ്ഞു ഊട്ടുപുരയ്ക്കുള്ളിൽ വെച്ചോ കുളപ്പുര കോണിൽ വെച്ചോ അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. അവിടെ ടണ്ടറ ശരിക്കും അവിടെ അരമണി നാണം മറക്കണമെങ്കിൽ സംതിങ് ഹാപ്പൻഡ് ആണ് അവിടെ. അപ്പോൾ അത് സംബന്ധിച്ച് ഞാനിങ്ങനെ തെരഞ്ഞു പോകുന്ന സമയത്ത് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാണ്. ഈ വിദ്യാസാഗറിനെ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. വിദ്യാസാഗറിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ അതിൽ പലതും കേട്ടിട്ടുണ്ട്. ഒരു കഥ കൂടെ പറയൂ. വിദ്യാജിയെ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും കുഞ്ഞിലെ മാമന്റെ കല്യാണ കാസറ്റിൽ, അപ്പോഴേ കല്യാണ കാസറ്റാണ് ഈ പാട്ടുകളുടെ ഒരു ശേഖരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ കല്യാണ കാസറ്റിലുള്ള പാട്ടുകളെല്ലാം പുള്ളിയുടെ പാട്ടുകളായിരുന്നു ആ സമയത്ത്. 99-2000 സമയത്ത് അമ്പാടി പയ്യകൾ, മിഴിയേറിയാതെ വന്നു നീ, കണ്ണാടിക്കൂടും കൂട്ടി, ഗംഭീര പാട്ടുകളാണ് എല്ലാം. അപ്പൊ അത് കേട്ടിട്ടാണ് ഞാൻ പിന്നീട് പോയാണ് മനസ്സിലായത് ഈ എന്റെ ഇഷ്ടഗാനങ്ങളെല്ലാം ചെയ്തത് ഈ വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു പ്രണയകാലത്തില് ട്രെയിനിന്റെ ആ ഒരു ശേഷം ട്രെയിൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ആ ട്രെയിനിന്റെ ഒരു വേഗതയും ആ ഒരു സ്ലോയും എല്ലാം അതിൽ ഇങ്ങനെ വരുന്നുണ്ട്. വിദ്യാജിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് മറന്നിട്ടും എന്തിനോ, രണ്ടാം ഭാവത്തില്. അപ്പൊ അതിനെ പറ്റിയിട്ട് ലാൽ ജോസ് പറഞ്ഞ് കേട്ടൊരു കഥയാണ്. മറന്നിട്ടും എന്തിനോ പാട്ടിന്റെ കമ്പോസിങ് സെഷൻ നടക്കുകയാണ് ചെന്നൈയിൽ. വിദ്യാജി ഉണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്, ലാൽ ജോസ് ഉണ്ട്. അപ്പൊ വിദ്യാജി ആദ്യം ഒരു ട്യൂണ് കൊടുത്തു, ഒരു ഗംഭീര ട്യൂണാണ്. അപ്പൊ അതിനനുസരിച്ച് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. അപ്പൊ വരികൾ എഴുതി ലാൽ ജോസ് നോക്കിയപ്പോഴത്തേക്കും അതൊരു സങ്കടപ്പാട്ടാണ്, ഭയങ്കര പാത്തോസാണ്. അപ്പൊ ലാൽ ജോസ് പറഞ്ഞു എനിക്കിതല്ല വേണ്ടത്, ഇതൊരു സങ്കടപ്പാട്ടല്ല. കാരണം ആ കഥാപരമായിട്ട് അപ്പോഴെന്ന് പറഞ്ഞാൽ അവനെ വിട്ടുകൊടുത്തതിൽ അവള് പിന്നീട് വന്നിരുന്ന കരയാന്ന് പറഞ്ഞാൽ ആ ത്യാഗത്തിന്റെ നമ്മൾ കുറച്ച് കാണുന്ന പോലെയാണ്. അപ്പൊ അവൾക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്. പക്ഷെ ശരിക്കും ഇതൊരു സങ്കടപ്പാട്ടല്ല എന്ന് പറഞ്ഞു. ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞു ഈ ട്യൂണിൽ എനിക്ക് സങ്കടമേ വരുന്നുള്ളൂ. അപ്പൊ സംഭവം വിദ്യാജിക്ക് അത് ഹർട്ടായി. അപ്പൊ പുള്ളി പറഞ്ഞു എന്നാൽ ആ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായില്ല, ഇനി താനൊരു വരി എഴുതി കൊണ്ടുപോവാ, ഞാനത് ട്യൂണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി വെട്ടും. അങ്ങനെ പുള്ളി ലാൽ ജോസിനെയും കൂട്ടി നടക്കാൻ ഇറങ്ങുകയും അപ്പൊ ഇവരിങ്ങനെ നടന്ന പുള്ളി ചോദിച്ചു എന്താണ് ഒരു റെഫറൻസ് തരാനുണ്ടോ. അപ്പൊ പുള്ളി പറഞ്ഞ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അതായത് അത് മിസ് ചെയ്യാണ്, ആ ഒരു മിസ്സിംഗ് ഫീലാണ് നമ്മുടെ പാട്ടിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ